കേരള PSC നടത്തിയ CPO സിവിൽ പോലീസ് ഓഫീസർ ഇതിന്റെ ഫിസിക്കൽ ടെസ്റ്റിനകത്ത് 8 ഈവന്റ് ആണ് വരുന്നത്. പലർക്കും ഇതിന്റെ ടൈമിംഗ് അതുപോലെ തന്നെ ഹൈ ജമ്പിന്റെ ഉയരം, ലോങ് ജമ്പിന്റെ ഡിസ്റ്റൻസ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ പല ഉദ്യോഗാർത്ഥികൾക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. ആദ്യമായിട്ട് നമ്മൾക്ക് CPOയുടെ 8 ഈവന്റും ഓരോ ഈവന്റിന്റെയും ഡിസ്റ്റൻസ്, ടൈമിംഗ് അതുപോലെ തന്നെ ഹൈറ്റ് ഇതെങ്ങനെയാണെന്ന് നോക്കാം. സിവിൽ പോലീസ് ഓഫീസർ അതുപോലെ തന്നെ എക്സൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബീറ്റ് ഫോറസ്റ്റ് ആയിക്കോട്ടെ ഫയർ ആയിക്കോട്ടെ എല്ലാറ്റിനും 8 ഈവന്റ് ആണ് ഇതിൽ PSC ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഫിസിക്കൽ ടെസ്റ്റിനകത്ത് 8 ഈവന്റ് പല ഉദ്യോഗാർത്ഥികൾക്കുമുള്ള ഒരു ധാരണ എന്നുള്ളത് ഈ 8 ഈവന്റ് വളരെ സിമ്പിൾ ആയിട്ടാണ് എല്ലാവരും ഇതിനെടുക്കാറുള്ളത്. പക്ഷേ അറ്റ്ലീസ്റ്റ് 0 ലെവലിലുള്ള ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ മിനിമം 2 മാസത്തെ അതായത് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ 8 ഈവന്റിൽ 5 എണ്ണത്തിലേക്ക് നമുക്ക് പാസ്സാവാൻ സാധിക്കുകയുള്ളൂ. ഈ 8 ഈവന്റിനകത്ത് 5 ഈവന്റ് പാസ്സാവുകയാണെങ്കിൽ ക്വാളിഫൈ ആവുന്നതാണ്. അതിനകത്ത് ആദ്യത്തെ ഒരു 5 ഈവന്റിനകത്ത് 3 എണ്ണം പാസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമേ അടുത്ത ഈവന്റിലേക്ക് അവരെ കയറാൻ വിടത്തുള്ളൂ. ആദ്യമായിട്ടാണ് ഇതിന്റെ വരുന്നത് 100 മീറ്റർ സ്പ്രിന്റ്. 100 മീറ്റർ റണ്ണിംഗ് അല്ല, 100 മീറ്റർ സ്പ്രിന്റ് ആണ്. കാരണം സെക്കൻഡുകളാണ് ഇതിന്റെ നമുക്ക് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം വരുന്നത്. ഈ 100 മീറ്റർ സ്പ്രിന്റ് എന്നുള്ളത് 14 സെക്കൻഡ് ആണ് CPO കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥികൾക്ക്. 14 സെക്കൻഡ് ആണ് 100 മീറ്ററിനകത്ത് വരുന്നത്. 14 സെക്കൻഡിനകത്ത് ഓടി എത്തുന്ന ഉദ്യോഗാർത്ഥികൾ 100 മീറ്റർ ക്വാളിഫൈ ആവുന്നതാണ്. പലർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്നുള്ളത് 100 മീറ്റർ എത്താൻ ഏകദേശം ഒരു 10-20 മീറ്റർ പിറകിലുള്ള സമയത്ത് അതിന്റെ സ്പീഡ് കുറക്കുന്ന ഒരു കാഴ്ച കാണാൻ ഇടയായിട്ടുണ്ട്. അതായത് നിങ്ങൾ 100 മീറ്റർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളുടെ സ്പീഡ് ലിമിറ്റ് കുറക്കാൻ പാടുള്ളൂ എന്നർത്ഥം. 14 സെക്കൻഡ് 100 മീറ്റർ 14 സെക്കൻഡാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഈവന്റ് ആണ് ഹൈ ജമ്പ്. ഹൈ ജമ്പിനകത്ത് 132 സെന്റിമീറ്റർ 1.32 മീറ്റർ ആണ് നിങ്ങൾക്ക് ഹൈ ജമ്പിന്റെ ഉയരം ലഭിക്കുന്നത്. ഹൈ ജമ്പ് മുന്നേ പൂഴിയിലായിരുന്നു ചാടിക്കടന്നത്. ഇപ്പോൾ ഓരോ ഫിസിക്കൽ ടെസ്റ്റിന് പോകുമ്പോഴും ഹൈ ജമ്പ് ബെഡ് അവൈലബിൾ ആയിരിക്കും. ആ ബെഡിനകത്താണ് നിങ്ങൾ ചാടേണ്ടത്. ഒന്ന് നോർമലായിട്ട് അത് നിങ്ങൾക്ക് ഏത് വിധേനെ, അതായത് നിങ്ങൾ സിംഗിൾ ലെഗ് അതായത് ഒറ്റ കാലിൽ ജമ്പ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ പാസ്സാത്തുള്ളൂ. ഡബിൾ ജമ്പ് അതായത് 2 കാലും ഒരുമിച്ച് ചാടുന്ന ഒരു ചാട്ടം എന്നുള്ളത് അൺക്വാളിഫൈ ആയിരിക്കും. ഈ 132 സെന്റിമീറ്റർ അതായത് ഹൈ ജമ്പ് എന്ന ഈവന്റിന് 3 ചാൻസ് ലഭിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ 100 മീറ്ററിനാണെങ്കിൽ ഒറ്റൊരു ചാൻസ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് പാസ്സായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്വാളിഫൈ ആവുന്നതാണ്. ഹൈ ജമ്പ് 3 ചാൻസ് ലഭിക്കുന്നതാണ്. ഈ 3 ചാൻസിനകത്ത് നിങ്ങൾക്ക് ടച്ച് ചെയ്തു, റോഡ് താഴെ വീണില്ല, നിങ്ങൾ പാസ്സാണ്. റോഡ് താഴെ വീണു, ജസ്റ്റ് ടച്ചിങ് ആയിട്ട് റോഡ് താഴെ വീഴുകയാണെങ്കിൽ പോലും നിങ്ങൾ അതിന്റെ അൺക്വാളിഫൈ ആവുന്നതാണ്. അങ്ങനെ 3 ചാൻസ് ആണ് ലഭിക്കുന്നത്. ഈ 3 ചാൻസിനകത്ത് നിങ്ങൾ പരമാവധി ഇതിന്റെ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തൊരു ഈവന്റ് ആണ് ലോങ് ജമ്പ്. ലോങ് ജമ്പ് ചാടിക്കിടക്കേണ്ട ഡിസ്റ്റൻസ് എന്നുള്ളത് 4.57 മീറ്റർ ആണ് നിങ്ങൾ ഈ ലോങ് ജമ്പിനകത്ത് ചാടിക്കിടക്കേണ്ടത്. അവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടാവും. ആ ലൈൻ ടച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അൺക്വാളിഫൈഡ് ആയിരിക്കും. ഈ ലോങ് ജമ്പിനകത്ത് നിങ്ങൾക്ക് 3 ചാൻസ് ലഭിക്കുന്നതാണ്. ഈ 3ാമത്തെ ചാൻസിനകത്ത് നിങ്ങൾ പരമാവധി എന്നുള്ളത് ഓരോ ഈവന്റും എടുത്തു പറയുകയാണ്. ഓരോ ഈവന്റും സ്റ്റാർട്ടിങ് തന്നെ ഫസ്റ്റ് ചാൻസ് തന്നെ നേടുകയാണെങ്കിൽ നമുക്ക് ടോട്ടലി ഒരു കോൺഫിഡൻസ് വരുന്നതാണ് അടുത്ത ഈവന്റിലേക്ക് പോകാനുള്ളത്. ലോങ് ജമ്പിനകത്ത് ലൈൻ ടച്ച് ആവുകയാണെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. അതുപോലെ തന്നെ 4.57 മീറ്റർ നിങ്ങൾ ചാടി വീഴുന്ന സമയത്ത് നിങ്ങൾ കൈ പിറകിൽ കുത്തി, അപ്പോൾ കുത്തിയ സ്ഥലമാണ് നിങ്ങളുടെ മെഷർമെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് മുന്നോട്ടേക്ക് നമ്മൾ ചാടിയതിന് ശേഷം മുന്നോട്ടേക്ക് പോകാൻ പരമാവധി ശ്രമിക്കുക. അടുത്ത 4ാമത്തെ ഈവൻ്റ് ആണ് ഷോർട്ട് പുട്ട്. ഷോർട്ട് പുട്ടിൻ്റെ വെയിറ്റ് വരുന്നത് 7.62 കിലോഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഷോർട്ട് പുട്ടിൻ്റെ വെയിറ്റ് 7.62. ഇത് നമുക്ക് എറിഞ്ഞ് അതായത് ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസ് ആണ് നമ്മൾ എറിയേണ്ടത് എന്നുള്ളത് 6.09 മീറ്റർ 6.09 മീറ്റർ ദൂരമാണ് നമ്മൾ ഷോർട്ട് പുട്ട് എറിയേണ്ടത്. ഷോർട്ട് പുട്ടിനകത്തും നമുക്ക് അവിടെ ലൈൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു സർക്കിൾ ആയിരിക്കും. 1.5 മീറ്ററിൻ്റെ ഒരു സർക്കിൾ ആയിരിക്കും. ആ സർക്കിളിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഷോർട്ട് പുട്ട് എറിയേണ്ടത്. ലൈൻ ടച്ച് ആവുകയാണെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. അതിന് 3 ചാൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഷോർട്ട് പുട്ട് എറിഞ്ഞതിന് ശേഷം ലൈൻ ക്രോസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ പോലും നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആവുന്നതാണ്. ഈ 6.09 മീറ്റർ എറിയുന്ന ഉദ്യോഗാർത്ഥി അടുത്ത സ്റ്റേജിലേക്ക് ക്വാളിഫിക്കേഷൻ ആവുന്നതാണ്. ഇതും പരമാവധി ഫസ്റ്റ് ചാൻസ് തന്നെ നിങ്ങൾ എറിയാൻ വേണ്ടിയിട്ട് ഈ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. അടുത്ത 5ാമത്തെ ഒരു ഈവന്റ് ആണ് ക്രിക്കറ്റ് ബോൾ ത്രോ. സ്റ്റിച്ച് ബോൾ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിന്റെ ഡിസ്റ്റൻസ് എന്നുള്ളത് 60.96 ഏകദേശം 61 മീറ്റർ ദൂരമാണ് നിങ്ങൾ ഈ ഒരു സ്റ്റിച്ച് ബോൾ എറിഞ്ഞ് ക്രോസ് ചെയ്യേണ്ടത്. പല ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു ഡൗട്ടാണ് ഇത് ഏത് സ്റ്റൈലിൽ എറിയണം, ക്രിക്കറ്റ് ബോൾ എങ്ങനെ പിടിക്കണം, ഈ സ്റ്റൈല് അല്ലെങ്കിൽ എങ്ങനെ ക്യാച്ച് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ ഒരു ധാരണ പോലെ വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ 61 മീറ്റർ ദൂരം എന്നുള്ളത് നിങ്ങൾ ക്രോസ് ചെയ്താൽ നിങ്ങളതിൽ പാസ്സാവുന്നതാണ്. പരമാവധി ശ്രമിക്കുക നമ്മളൊരു ആർച്ച് സ്റ്റൈലിലേക്ക്, അതായത് ഈ ഒരു മോഡലിലേക്ക് ക്രിക്കറ്റ് ബോൾ ത്രോ ചെയ്യുകയാണെങ്കിൽ
നോർമലായിട്ട് പാസ്സാവാൻ സാധ്യത കൂടുതലാണ്. അതിൻ്റെയും കൂടുതൽ പ്രാക്ടീസ് എന്നുള്ളത് നിങ്ങൾ പരമാവധി ചെയ്ത് കൈക്ക് വേണ്ടിയുള്ള സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ് നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ക്രിക്കറ്റ് ബോൾ അതുപോലെ തന്നെ ഷോർട്ട് പുട്ട് നിങ്ങൾക്ക് എറിഞ്ഞിട്ട് ആ ഒരു ദൂരം ക്രോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആറാമത്തെ ഒരു ഇവൻ്റ് ആണ് റോപ്പ് ക്ലൈംബിംഗ്. റോപ്പ് ക്ലൈംബിനകത്ത് നിങ്ങൾ കയറേണ്ട ഡിസ്റ്റൻസ് എന്നുള്ളത്, അതായത് റോപ്പ് ക്ലൈംബ് ഒരു കയറ് കെട്ടിയിട്ടുണ്ടാവും. അത് കയറിയിട്ട് വിത്തൗട്ട് സപ്പോർട്ട്, അതായത് യൂസിങ് ഓൺലി ഹാൻഡ് മാത്രം, കൈ കൊണ്ടുള്ള സപ്പോർട്ട് മാത്രമായിരിക്കും. കാലിൻ്റെ സപ്പോർട്ട് എന്നുള്ളത് അൺക്വാളിഫൈഡ് ആണ്. 3.65 മീറ്റർ ആണ് നിങ്ങൾ വിത്തൗട്ട് ലെഗ് സപ്പോർട്ടിനകത്ത് നിങ്ങൾ കൈ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കയറേണ്ടത്. ഇതിനകത്ത് എന്നുള്ളത് ഏകദേശം 1.5 മീറ്റർ ഡിസ്റ്റൻസിന് ശേഷമായിരിക്കും നിങ്ങളുടെ ഈ ഒരു 3.65 മീറ്റർ കണക്കാക്കപ്പെടുന്നത്. റോപ്പിൻ്റെ മേലെ, അതായത് 3.65 എത്ര ഹൈറ്റാണോ നിങ്ങൾ കയറേണ്ടത് അവിടെ ഒരു റിബൺ കെട്ടിയിട്ടുണ്ടാവും. അതിന് ടച്ച് ചെയ്ത് നിങ്ങൾക്ക് താഴോട്ടേക്ക് ഇറങ്ങാവുന്നതാണ്. മാക്സിമം ഇപ്പോൾ നമ്മുടെ PSC ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ടെസ്റ്റിനകത്തും താഴെ ബെഡ് ഇട്ട് കൊടുക്കുന്ന ഒരു കാഴ്ച കാണാറുണ്ട്. കാരണം പല ഉദ്യോഗാർത്ഥികളും കയറിന് ശേഷം അൺസപ്പോർട്ടായിട്ട് താഴെ വീഴുകയും പല ഇഞ്ചുറിയും നടന്നതുകൊണ്ട് ബെഡ് യൂസ് ചെയ്യുന്ന ഒരു കാഴ്ച ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അത് നല്ലതായിരിക്കും. അതുപോലെ നിങ്ങൾ താഴെ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറങ്ങാൻ സാധിക്കുന്നതാണ്. അത് അൺക്വാളിഫൈഡ് ആവുന്നതല്ല. ഇതിനകത്ത് 3 ചാൻസ് ലഭിക്കുന്നതാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളത്, ഹൈ ജമ്പ് അല്ലെങ്കിൽ ലോങ് ജമ്പ് പോലെയല്ല റോപ്പ് ക്ലൈംബിംഗ്, അതുപോലെ തന്നെ അടുത്ത ഇവൻ്റ് ആയിട്ടുള്ള പുള്ളപ്പിനകത്തും വരുന്നത്. കാരണം നിങ്ങൾക്ക് സ്റ്റാമിന, കൈയുടെ സ്റ്റാമിന, നിങ്ങൾ ഏകദേശം 3.5 മീറ്റർ കയറി അതിന് ശേഷം നിങ്ങൾ താഴെ വീഴുകയാണെങ്കിൽ പിന്നെയും രണ്ടാമത്തെ ഒരു ചാൻസിലേക്ക് പോകാൻ വലിയൊരു ബുദ്ധിമുട്ട് തന്നെ ആകും എന്നുള്ളത് നിർബന്ധമായി നിങ്ങൾ ഓർക്കുക. കാരണം അത്രമാത്രം, കാരണം നമ്മൾ ഓരോ ബാക്കി ഈവൻറ്റും ചെയ്തതിന് ശേഷം നമ്മുടെ കൈയുടെ സ്റ്റാമിന ഏകദേശം നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള ടെൻഷൻ രണ്ടാമത്തെ ചാൻസിലേക്ക് പോകുമ്പോൾ വലിയ ഡീമൊറലാവുകയും അതിന് ഫെയിൽഡ് ആവുന്ന ഒരു കാഴ്ച നിരവധി ഓരോ കേരള PSC ആയിക്കോട്ടെ ഇതുപോലെയുള്ള പല ഫിസിക്കൽ ടെസ്റ്റിനകത്തും കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതുകൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾ റോപ്പ് ക്ലൈംബിംഗ് പാസ്സാവാൻ ശ്രമിക്കുക. അടുത്ത ഇവൻ്റാണ് പുള്ളപ്പ്. പുള്ളപ്പിനകത്ത് നിങ്ങൾ 8 പുള്ളപ്പാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 8 പുള്ളപ്പ് എന്നുള്ള കൈ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ മാത്രം, അതായത് നിങ്ങൾ അപ്പ് ചെയ്തു അതിനുശേഷം ഡൗണിനകത്ത് നിങ്ങൾ കൈ സ്ട്രെയിറ്റ് ആവുകയാണെങ്കിൽ മാത്രമേ നിങ്ങളെ ക്വാളിഫൈ ചെയ്യത്തുള്ളൂ. പകുതി, കാരണം പല ഉദ്യോഗാർത്ഥികൾക്കും പകുതി വെച്ചുകൊണ്ട് ചെയ്യുന്നൊരു കാഴ്ച കാണാറുണ്ട്. ഈ പകുതി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ കൗണ്ട് ചെയ്യുന്നതല്ല. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ കൈ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ, അതായത് ഡൗൺ ആവുന്ന സമയത്ത് കൈ സ്ട്രെയിറ്റ് ആക്കുക, അതിനുശേഷമാണ് നിങ്ങൾ അപ്പ് ചെയ്യേണ്ടത്. ഇതിനകത്ത് 8 പുള്ളപ്പാണ് എടുക്കേണ്ടത്. 8 പുള്ളപ്പ് എന്നുള്ളത് മിനിമം, മാക്സിമം ഈ ഒരു 8 എന്നുള്ള നിർബന്ധമാണ്. ഇതിനകത്ത് നമ്മുടെ ആർമി, എയർഫോഴ്സ്, നേവി പോലെയുള്ള കാറ്റഗറിയിലേക്കുള്ള എക്സലൻറ്റ് 8 എടുത്താൽ ഇത്ര, 10 എടുത്താൽ ഇത്ര, അങ്ങനെ മാർക്ക് സിസ്റ്റം ഇല്ല. 8 പുള്ളപ്പ് നിർബന്ധമായി എടുക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു പുള്ളപ്പ് എന്നുള്ള ഈവൻറ്റ് നിങ്ങൾ പാസ്സാകത്തുള്ളൂ. ഇതിനും നിങ്ങൾക്ക് 3 ചാൻസ് ലഭിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോപ്പ് ക്ലൈംബിംഗ് പോലെ തന്നെ ഇതിനകത്തും നിങ്ങൾ ഫസ്റ്റ് ചാൻസിൽ നേടുകയാണെങ്കിൽ മാത്രമേ, കാരണം 8 പുള്ളപ്പ് എന്നുള്ളത് നോർമൽ ആണെങ്കിൽ പോലും അടുത്ത നിങ്ങൾ ചെയ്യുമ്പോൾ 16 പുള്ളപ്പ് എടുക്കേണ്ട സ്റ്റാമിന ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത 8ലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അവസാനത്തെ ഇവൻ്റ് ആണ് 1500 മീറ്റർ റണ്ണിങ്. മാക്സിമം കുട്ടികളും ഇപ്പം 4 ഇവൻ്റ് പാസ്സായി അതിന് ശേഷം 1500 മീറ്റർ, ഏകദേശം 12 മണി 12:30 സമയത്താണ് ഇതിൻ്റെ ലാസ്റ്റ് ഇവൻ്റ് നടക്കുന്നത്. നല്ല വെയിലും ഹ്യൂമിഡിറ്റി ഉള്ള സമയത്തായിരിക്കും ഈ ഒരു ഇവൻ്റ് നടക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ഫയർ അല്ലെങ്കിൽ ബീറ്റ് ഫോറസ്റ്റ് ആയിക്കോട്ടെ, CP ആയിക്കോട്ടെ, കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് കാഴ്ച കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് 4 ഇവന്റ് പാസ്സായതിനു ശേഷം 1500 മീറ്റർ റണ്ണിങ് എന്നുള്ളതിനെ ക്വിറ്റ് ചെയ്ത് പോകുന്നത്. പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിങ്ങളൊരു കാര്യം പറയാനുള്ളത്, 4 ഇവന്റ് പാസ്സായതിനു ശേഷം ആരാണോ അവിടെ ക്വിറ്റ് ചെയ്ത് പോകുന്നത് വളരെ ബുദ്ധിമോശം തന്നെയായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. കാരണം നിങ്ങൾ 1, 2, 3 വർഷത്തെ പ്രിപ്പറേഷൻ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഒരു ഫൈനൽ ലിസ്റ്റിനകത്ത് വന്നിട്ടുണ്ടാവുക. അപ്പോൾ 4 ഇവന്റ് പാസ്സായിട്ട് 5ാമത്തെ ഇവന്റ് ആയിട്ടുള്ള 1500 മീറ്റർ റണ്ണിങ്, അതിൻ്റെ ടൈം എന്നുള്ളത് 5.44 സെക്കൻഡാണ്. 5 മിനിറ്റും 44 സെക്കൻഡുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു 5 മിനിറ്റ് 44 സെക്കൻഡിനകത്തും ഓടിയെത്തുന്ന ഉദ്യോഗസ്ഥ പാസ്സാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 3-4 വർഷത്തെ പ്രിപ്പറേഷന് ശേഷം ലഭിക്കുന്ന റാങ്ക് ലിസ്റ്റിലേക്ക് കയറിയതിന് ശേഷം ഈ 4 ഇവന്റ് പാസ്സാവുകയും 5ാമത്തെ ഇവന്റ് അറ്റംപ്റ്റ് ചെയ്യാതെ പോകുന്നത് എന്നുള്ളത് വളരെയധികം വിഷമം പിടിച്ചൊരു കാര്യം തന്നെയാണ്. കാരണം നിങ്ങൾ ഇത്രയും 3-4 വർഷം പഠിച്ചിട്ടാണ് ലിസ്റ്റിൽ വന്നത്. ആ ഒരു എഫേർട്ട് നിങ്ങൾക്ക് ഈ ഒരു 1500 മീറ്ററിന് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം പറയാൻ, നിങ്ങൾ യൂണിഫോം സേന കൂടുതൽ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അതുകൊണ്ട് ഈ ഒരു 8 ഇവന്റിനകത്ത് നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും
സ്റ്റാർട്ടിങ് തൊട്ടേ 1500 മീറ്റർ റണ്ണിങ്ങിനെ നിങ്ങൾ സ്പെയർ എന്നുള്ള രൂപത്തിൽ, അതായത് 5 ഇവന്റ് ബാക്കിയുണ്ടെങ്കിലും 6ാമത്തെ ഒരു ഇവന്റ് എന്നുള്ളത് 1500 മീറ്റർ റണ്ണിങ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 90% ഹോപ്പ് കൊടുക്കാൻ ബാക്കി ഫസ്റ്റിലുള്ള 5 ഇവന്റ് പാസ്സാവും എന്നുള്ളത്. കാരണം 1500 മീറ്റർ റണ്ണിങ് 5 മിനിറ്റും 44 സെക്കൻഡിനകത്തും എത്തുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ളത് നോർമലായിട്ട് 5 6 ഇവന്റ് എന്നുള്ള അതിന് മുന്നിലുള്ള ഇവന്റ് പാസ്സാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ഒരു 8 ഇവന്റ് എന്നുള്ളത് ഇപ്പോഴും ഇനിയും ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നു, എല്ലാ കാറ്റഗറികളിലേക്കുള്ള ലിസ്റ്റ് വന്നിരിക്കുകയാണ്. ഫയർഫോഴ്സിലേക്കുള്ള ഫിസിക്കൽ ടെസ്റ്റിന്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. വെറും 14 ദിവസത്തെ ഗ്യാപ്പ് മാത്രമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു 14 ദിവസത്തെ പ്രിപ്പറേഷൻ എന്നുള്ളത് ഇതുവരെയായിട്ടും ഒരു ഫിസിക്കൽ ട്രെയിനിങ് ആരംഭിക്കാത്ത ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തോൽവി എന്നുള്ളത് നിർബന്ധമായും ഉണ്ടാവും എന്നുള്ളത് വളരെ തീർച്ചയായും പറയാനുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഫിസിക്കലിനകത്ത് മെയിൻ നിങ്ങൾ ഒരു കാര്യം ഫോക്കസ് ചെയ്യുക, റണ്ണിങ്, അതുപോലെ തന്നെ പുഷപ്പ്, അതുപോലെ തന്നെ സിറ്റപ്പ്. ഈ ഒരു 3 കാര്യം നിങ്ങൾ വളരെയധികം പ്രിയോറിറ്റിനനുസരിച്ച് രാവിലെയും വൈകുന്നേരം, മോർണിംഗ് സെഷൻ അതുപോലെ തന്നെ ഈവനിങ് സെഷനകത്ത് കൂടുതലായിട്ടും ഈവൻറ്റിലേക്കും മോർണിംഗ് സെഷനകത്ത് റണ്ണിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 8 ഇവൻറ്റിനകത്ത് 5 ഇവൻറ്റ് എന്നുള്ളത് നോർമലായിട്ട് പാസ്സാവാൻ പറ്റുന്ന ഒരു ഇവൻറ്റ് മാത്രമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോനകത്ത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ കേരള PSC ഇപ്പോൾ നടക്കാൻ പോകുന്ന ഓരോ ഫിസിക്കൽ ടെസ്റ്റിനകത്തും പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ബെസ്റ്റ് ഓഫ് ലക്ക്.